പോളി അല്ലെങ്കിൽ പുരൻ പൂരി ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതൊരു വിൻറ്റേജ് ഫുഡാണ്, വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. തീർച്ചയായും കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നതായിരിക്കും. പൊതുവെ ഫുഡ് കഴിക്കാൻ മടി കാണിക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കി കൊടുക്കുക. ബ്രേക്ക്ഫാസ്റ്റായിട്ടും അതുപോലെ തന്നെ രാത്രി ആഹാരത്തിന് പകരം ചോറിന് ഒക്കെ പകരമായിട്ടും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു വിഭവം ഉണ്ടാക്കുന്നതിന് വേണ്ടി നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും കുട്ടികൾക്ക് വളരെ നല്ലതാണ്. വീഡിയോയിൽ കാണുന്നതുപോലെ തന്നെ ഗോതമ്പ് പൊടി, ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുഴച്ചെടുക്കുക. വളരെ നന്നായിട്ട്, വളരെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. അതിനുശേഷം ചെറിയ ബോളുകളാക്കി മാറ്റുക. ശേഷം ഇതുപോലെ ചപ്പാത്തി പലകയിൽ പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക. നോക്കിക്കേ, ഈ ഒരു സ്റ്റീലിൻ്റെ ചെറിയ ഒരു പാത്രത്തിൽ മഞ്ഞ കളറിൽ കാണുന്നത് അത് നമ്മൾ കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന കടലയും അതുപോലെ തന്നെ കറുത്ത ചെറുപയറും കൂടി നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തതാണ്. കുക്കറിൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തു. അതിനുശേഷം ഈ ഒരു മിക്സിലേക്ക് ആവശ്യത്തിന് ജീരകം, ജാതിക്കയുടെ കുരു ഉരച്ചെടുത്തത്, അതുപോലെ തന്നെ ആവശ്യത്തിന് പഞ്ചസാര, നെയ്യ് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നു. ഇത് ഓൾറെഡി ചെറുപയറും അതുപോലെ തന്നെ കടലയും നന്നായിട്ട് വെന്തതാണ്. അതുകൊണ്ട് തന്നെ കട്ടിയുള്ള ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ വളരെ നന്നായിട്ട് ഇത് ഉടഞ്ഞു കിട്ടും. മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പഞ്ചസാരയും അതുപോലെ തന്നെ കുറച്ച് ജീരകം, അതുപോലെ തന്നെ ജാതിയുടെ കുരു ഉരച്ചെടുത്തത്, ഇതൊക്കെ കൂടെ ഏലക്ക പൊടിച്ചത്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നു. ശേഷം വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ചെറിയ ബൗളുകൾ അത് ചപ്പാത്തി പലയിൽ നന്നായിട്ട് പരത്തിയെടുക്കുന്നു. ശേഷം ഒരു ചെറിയ ബൗളുകളാക്കി മാറ്റി അതിലേക്ക് ഇത് ഫില്ല് ചെയ്ത് അതിനെ ഒരു ബോണ്ടയുടെ ഒരു ഷേപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് ഒരു കോഴിക്കോട്ടയുടെ ഒരു ഷേപ്പിലേക്ക് മാറ്റുന്നു. ശേഷം അത് ചപ്പാത്തി പലകയിൽ വീണ്ടും വളരെ നന്നായിട്ട് മൃദുവായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ ചപ്പാത്തിയുടെ രൂപത്തിൽ നമുക്ക് കിട്ടുന്നു. ഇനി അത് തവയിലേക്ക് വെച്ച് ശേഷം ആവശ്യത്തിന് നെയ്യ് കോരി ഒഴിച്ചു കൊടുക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതിങ്ങനെ പൊങ്ങി വരുന്നത് കാണാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതാണ് നമ്മുടെ പുരൻ പോളി അല്ലെങ്കിൽ പുരൻ പൂരി എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തിയാണ്. പ്രത്യേകിച്ച് നെയ്യൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് കുട്ടികൾക്ക് തീർച്ചയായും ഹെൽത്ത് വൈസ് വളരെ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ.